ഇന്നൊരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഇതൊരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും സവാളയും തക്കാളിയും കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഈ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് 3 സവാള കട്ട് ചെയ്തതും 2 തക്കാളി കട്ട് ചെയ്തതും കുറച്ച് വെള്ളം ചേർത്ത് 2 വിസിലാവുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ലീഫും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ക്രഷ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിയും സവാളയും കൂടെ വേവിച്ചും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ പൊടികളിലേക്ക് ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ നട്ട് വളർത്തിയതാണ്. ഇത് മസാലക്കറിക്കും കടലക്കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയും സവാളയൊക്കെ ഇങ്ങനെ വേവിച്ച് എടുത്തുകൊണ്ട് തന്നെ ഈ ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.